ഹലോ, എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബിന്ദു സ്മോൾ ചാനലിലേക്ക് സ്വാഗതം. ഒരു മുഴുവൻ ചിക്കനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1.5 കിലോയുടെ ഒരു മുഴുവൻ ചിക്കനാണ്. അവനെ ഞാൻ വെട്ടിക്കണ്ടിച്ച് വൃത്തിയാക്കി കഴുകി, കുറച്ച് നെയ്യൊക്കെ ഉണ്ട്, ഇച്ചിരി നെയ്യൊക്കെ ഇരുന്നാലേ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവനെ മുറിച്ചെടുത്തു. പിന്നെ ഈ പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അത് കുറച്ചെടുത്തു. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഉപയോഗിക്കുന്നത്, അതും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇച്ചിരി നാരങ്ങാനീര് ഒഴിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. അവനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചു കേട്ടോ. ആ സമയത്ത് ഞാൻ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഇടിയപ്പത്തിന് ഉള്ള മാവൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനോടിടയ്ക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചു. ഒരു തക്കാളി മുറിച്ച് മാറ്റി വെച്ചു. തക്കാളിക്ക് ഞാൻ അങ്ങനെയല്ല ഇടുന്നത്, മുറിച്ചിടും. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മുറിച്ച് വെച്ചതാണ്, നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞ് മാറ്റിയും വെച്ചു. ഓക്കെ, എന്നിട്ട് ഇതിനെല്ലാം എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ഞാൻ വറുത്തു. ചിക്കൻ വറുത്ത് കോരിയ സെയിം എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഞാൻ ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നല്ല ഫൈനായിട്ട് ഞാൻ മസാല മൂപ്പിച്ച് നല്ല ഫൈനാക്കി. അതിന് ശേഷം ചിക്കൻ വറക്കുമ്പം ഒരിക്കലും ഫുള്ള് വറുത്തിട്ടില്ല, ഹാഫേ വറുത്തിട്ടുള്ളൂ. ഫുള്ള് വറുത്തിട്ട് പിന്നെ കറി വെക്കുമ്പം അത്ര എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു ഹാഫ് ഫ്രൈ ഞാൻ ചെയ്തു. ഹാഫ് ഫ്രൈ ചെയ്തതിനെ ഞാൻ ഇതിനകത്തിലിട്ടു ഇട്ടു. ഓക്കെ, ആ മസാലയ്ക്കകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് അടച്ച് സൂപ്പറായിട്ട് അടച്ച് ഞാൻ അവിടെ വെച്ചു. അടച്ച് വെച്ച് കഴിഞ്ഞ് ഒരു ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണയ്ക്കകത്ത് എണ്ണ ചൂടായി വന്നപ്പം കടുകിട്ടു. അപ്പോൾ അപ്പുറത്തെ സൈഡ് ചിക്കൻ തിളച്ച് ഇങ്ങനെ വരുന്നു. അതിനായിട്ട് പിന്നെ കടുക് വറുക്കാനായിട്ട് 3-4 ചെറുള്ളി എടുത്തു, കരിയാപ്പിലയും പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് അങ്ങനെ കടുക് പൊട്ടിച്ചിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇടിയപ്പം റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് ഇടിയപ്പവും ചിക്കൻ കറിയും കൂടെ ഒരാൾക്ക് കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കഥകൾ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം. ബൈ.